മഞ്ജു, എന്താ മഞ്ജു നീ ഗിരേട്ടനോടൊന്നും ചോദിക്കാഞ്ഞത്? ഞാൻ ഗിരേട്ടനെ നിന്റെ വാക്കുകേട്ട് സംശയിക്കില്ലെന്ന് പറഞ്ഞല്ലേ. ഞങ്ങൾ തമ്മിൽ വഴക്കൂടുന്നത് കാണാൻ നിനക്ക് അല്ലെങ്കിലും സന്തോഷമാണല്ലോ. അതിനാ ഞാനായിട്ട് എന്തിനു അവസരം ഉണ്ടാക്കി തരുന്നത്? നിങ്ങൾ വഴക്കൂടുന്നത് കാണാൻ എനിക്ക് സന്തോഷമൊന്നുമില്ല. പക്ഷേ നിന്നെ സ്നേഹിക്കാത്തൊരു ഭർത്താവിന്റെ കൂടെ നീ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോ എനിക്ക് കഷ്ടം തോന്നാറുണ്ട്. ഈ ബന്ധം തുടരുന്നതുകൊണ്ട് നീയോ ഗിരിയേട്ടനോ സന്തോഷിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ മാന്യമായി പിരിഞ്ഞൂടെ? നീ പറയുന്ന നുണകൾ വിശ്വസിച്ച് ഞാനോ ഗിരിയേട്ടനോ അങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യില്ല. ഞാൻ പറയുന്നതെല്ലാം നുണയായിരുന്നെന്ന് നിനക്കുറപ്പുണ്ടായിരുന്നെങ്കിൽ ഗിരിയേട്ടനോടെല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ? ഞാൻ ഇത്രയും വലിയ നുണ പറഞ്ഞു എന്ന് ഗിരിയേട്ടൻ അറിഞ്ഞ എന്നോടല്ലേ ദേഷ്യപ്പെടുക? നീ എന്തിനാ പേടിക്കുന്നെ? അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള സംശയം തോന്നി തുടങ്ങി അല്ലേ? എങ്ങാനും ഇതിനെക്കുറിച്ച് ഗിരിയേട്ടനോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാലോ എന്നൊരു പേടി നിനക്കുണ്ട്. ഈ സത്യം നിന്നോട് പ്രസവം കഴിയുന്നത് വരെ പറയരുതെന്നാ ഗിരിയേട്ടൻ എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നീ എന്റെ മനസ്സിനെ വല്ലാതങ്ങ് വേദനിപ്പിച്ചപ്പോ അറിയാതെ എല്ലാ സത്യവും ഞാൻ പറഞ്ഞു പോയതാ. സാരമില്ല, കുഞ്ഞുണ്ടായതിനു ശേഷം എല്ലാം നിന്നോട് തുറന്നു പറയുക എന്നതായിരുന്നു ഗിരിയേട്ടന്റെ ഉദ്ദേശം. സത്യം ഞാൻ വഴി നീ കുറച്ച് നേരത്തെ അറിഞ്ഞു എന്ന് മാത്രം. നീ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ ഗിരിയേട്ടനെ സംശയിക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു പോലീസുകാരിയല്ലേ. തെളിവുകൾ കാണിക്കാതെ ഒന്നും വിശ്വസിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഇതൊന്ന് കാണുന്നത് നല്ലതാ. കണ്ടില്ലേ ഗിരിയേട്ടൻ എത്ര സ്നേഹത്തോടെയാ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതെന്ന്. ഇന്നത്തെ കാലത്ത് ഒരു ഫോട്ടോയില് ആളുകളുടെ മുഖം മാറ്റി വെക്കാൻ എത്ര എളുപ്പമാണെന്ന് എനിക്കറിയാം. നീ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് ഒരു ഫോട്ടോ കാണിക്കുമ്പോഴേക്കും ഞാൻ എന്റെ ഭർത്താവിനെ സംശയിക്കില്ല. സത്യം കൺമുന്നിലുണ്ടെങ്കിലും കാണാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്ത് ചെയ്താലാ നീ ഞാൻ പറഞ്ഞത് വിശ്വസിക്കുക? നീ എന്തൊക്കെ ചെയ്താലും എന്നെ ഗിരിയേട്ടൻ ചതിക്കൂന്ന് ഞാൻ വിശ്വസിക്കില്ല. നീ വെറുതെ അതിനുവേണ്ടി കഷ്ടപ്പെടണ്ട. എനിക്ക് എന്റെ ഗിരിയേട്ടനെ വിശ്വാസം. ശരി, നിനക്ക് ഗിരിയേട്ടനെ വിശ്വാസമാണല്ലോ. എന്നാ ഞാൻ ഗിരിയേട്ടനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കാം.